ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടോഗിൾ ബട്ടൺസ് ആണ്. നമ്മുടെ സ്റ്റാറ്റസ് ബാറിലെ ടോഗിൾ ബട്ടൺസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി. ഓക്കെ, അത് പലർക്കും ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര ഡൗട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമുക്ക് ഈ സ്റ്റാറ്റസ് ബാറിൽ എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അതിൽ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ബ്ലാക്ക് ആയിരിക്കുവാണ്, അതായത് ഓഫാണ്. പിന്നെ നമ്മുടെ ബ്ലൂ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഇപ്പോൾ ഓൺ ആണ്. അതേപോലെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്രിഡ് മോഡ്. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കീ ആണ് F7. ഇപ്പോൾ ഞാൻ F7 പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഗ്രിഡ് ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രിഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രിഡ്. അപ്പോൾ ഗ്രിഡ് വരാനും അതേപോലെ പോകാനും വേണ്ടി നമ്മൾ F7 അമർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓൺ ഓഫ് നമുക്ക് ഗ്രിഡ് മോഡ് നമുക്ക് ചെയ്യാൻ പറ്റും F7 പ്രസ് ചെയ്താൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ഉള്ള ബോക്സസ്. ഓക്കെ, ഇതിലുള്ള ബോക്സും കാണാൻ പറ്റും. ഇവിടെ ലൈൻസ് ഉണ്ട്, ഈ ലൈനുണ്ട്, അതേപോലെ ഈ ലൈനുണ്ട്. ഇതാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് മേജർ ലൈൻ. ഓക്കെ, ഇത് നമ്മുടെ മേജർ ലൈനാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്പർ ഓഫ് ബോക്സസ് ഉണ്ട്. എത്ര നമുക്ക് എണ്ണാം? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 ബോക്സസ് ആണുള്ളത് 2 മേജർ ലൈനിൻ്റെ ഇടയ്ക്ക്. അതെവിടെയാണ് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഗ്രിഡ് മോഡിൽ പോകണം, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഗ്രിഡ് സെറ്റിങ്സ് വരും. ഗ്രിഡ് സെറ്റിങ്സിൽ പോയി നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മേജർ ലൈൻ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ മേജർ ലൈനിൻ്റെ ഞാനിവിടെ 5 എന്നാക്കുക. അതായത് 2 മേജർ ലൈനിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 സ്ക്വയർ ബോക്സസ് ആണ്. 1 2 3 4 5. അപ്പം ഇത് 2 മേജർ ലൈൻ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 5 സ്ക്വയർ ബോക്സസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിൻ്റെ ഈ സ്പേസിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് എത്ര വേണം അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം, ഗ്രിഡ് സെറ്റിങ്സിൽ പോകണം. ഇവിടെ സ്പേസിങ്ങിൻ്റെ ഇവിടെ ഞാൻ 5 പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ അവിടെ 5 ആക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് വൈയിലും സ്പേസിങ് 5 ആകും. ഓക്കെ, ഞാൻ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം L എൻ്റർ, ഇവിടെ ക്ലിക്ക് ചെയ്തു, 5 ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ, പിന്നെ അഗെയിൻ 5, അഗെയിൻ 5, അഗെയിൻ 5. അപ്പോൾ ഈ ബോക്സ് ആണ് ആക്ച്വലി ഗ്രിഡ് ബോക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഗ്രിഡ് ബോക്സ് ഇപ്പോഴും ഇത്ര ബോക്സ് ഉണ്ട്, 5 ബോക്സസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണുന്നത് 5 സ്ക്വയർ ബോക്സസ് നമുക്ക് അവൈലബിൾ ആണ് ഗ്രിഡിൽ. അപ്പോൾ ആ ഈ സ്പേസിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഉള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് എനിക്ക് മാറ്റണമെങ്കിൽ അഗെയിൻ ഗ്രിഡ് പോയിന്റിൽ പോയി ഞാനിതിനെ 7 ആക്കുക. ഓക്കെ, 7 പ്രസ് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്തു. 7 പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ഇപ്പോൾ ഞാൻ ഈ ബോക്സസിനെ ഞാൻ ഇൻ കേസ് ഞാൻ അവിടെ കൊണ്ട് വയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ F8 പ്രസ് ചെയ്തു, ഇതിനെ ഞാൻ അറ്റത്ത് കൊണ്ട് വയ്ക്കുവാണ്. ഓക്കെ, മൂവ് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുവാണ്. എന്നിട്ട് ഞാൻ ലൈൻ വെച്ച് വരയ്ക്കുവാണ്. അപ്പോൾ ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ ഞാൻ 7 എൻ്റർ ചെയ്യുക. ഓക്കെ, F8 പ്രസ് ചെയ്തു, എന്നിട്ട് 7 പ്രസ് ചെയ്തു. 7 എൻ്റർ, 7 എൻ്റർ, 7 എൻ്റർ, 7 എൻ്റർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എന്താണ് 7 ആണ്, നമ്മുടെ യൂണിറ്റ് 7 സ്പേസിംഗ് ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തത്? നമ്മൾ 7 സെറ്റ് ചെയ്തതാണ് വരുന്നത്. അപ്പോൾ ഡയമെൻഷൻ നമുക്ക് നോക്കണമെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ 7 ആണ്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് നോക്കണമെങ്കിൽ ഇത് എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്തത്. അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 7 ആണ് ഇത് സെറ്റ് ചെയ്തത് സ്പേസിങ്. അപ്പോൾ നമുക്ക് XY സ്പേസിങ് നമുക്ക് ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. 7 ആദ്യം 5 ആയിരുന്നു, പിന്നെ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത് 7 ആക്കി. ഓക്കെ, അപ്പം അത് നമുക്ക് ഇവിടെ ഗ്രിഡ് സെറ്റിങ്സിൽ പോയി നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ മേജർ ലൈൻസിൻ്റെ ഇടയ്ക്ക് ഇൻ പേഴ്സൺ ഇവിടെ 10 ആക്കുവാണെങ്കിൽ നമ്മുടെ ബോക്സസ് നമുക്ക് എത്ര സെറ്റ് ആകും? ഇതിൻ്റെ 2 മേജർ ലൈനിൻ്റെ ഇടയ്ക്ക് നമുക്ക് 10 ബോക്സ് സെറ്റ് ആകും. 1 2 3 4 5 6 7 8 9 10. 10 ബോക്സസ് നമ്മുടെ സെറ്റ് ആവും 2 മേജർ ലൈനിൻ്റെ ഇടയ്ക്ക്. അതേപോലെ നമുക്ക് ഈ സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്പേസിങ് എത്രയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? 7 ആണ്. അപ്പോൾ ഞാൻ 5 ആക്കി മാറ്റുക. ഓക്കെ, 5 ആക്കി മാറ്റുമ്പോൾ നമ്മുടെ ഇപ്പം X ആക്സിസ് എത്രയാണോ അത് തന്നെ Y ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ സ്പേസിങ് ഞാൻ എത്രയാണോ മാറ്റി? 5 ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ അത് കാണാൻ പറ്റും, 5 ആക്കി നമുക്ക് മാറ്റി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്താണ് നെക്സ്റ്റ് ആണ്? സ്നാപ്പ് മോഡ്. ഓക്കെ, അപ്പോൾ സ്നാപ്പ് മോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഓൺ ചെയ്താൽ നമുക്ക് ഇപ്പം L എൻ്റർ വെച്ച് ഞാൻ പ്രസ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ എനിക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ എനിക്ക് വരയ്ക്കാം. എനിക്ക് ആക്ച്വലി ഈ ബോക്സിൻ്റെ ഇടയ്ക്ക് വരയ്ക്കണം, പക്ഷേ എനിക്കത് വരയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഗ്രിഡ് മോഡ്സ് കണ്ടോ, ഗ്രിഡിൻ്റെ
എൻഡിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ അത് അറിയാൻ വേണ്ടി ഇതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്, സ്നാപ്പ് സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സ്നാപ്പ് സെറ്റിങ്ങിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് സ്നാപ്പ് സ്പേസിങ്, സ്നാപ്പ് എക്സ് സ്പേസിങ് എത്രയാണ്, 10 ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണോ ഇവിടെ ഗ്രിഡിൽ നമ്മൾ ഇട്ടത് അതേ സ്പേസിങ് ഇടുക, അതായത് 5 ഇടുക. ഓക്കെ, 5 ഞാൻ ഇട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ 2 ഗ്രിഡിൻ്റെ ഇടയ്ക്ക് എനിക്ക് വയ്ക്കും. ഇപ്പോൾ ഇതിൻ്റെ കൊല്ലം കുറവിട്ടാൽ അതനുസരിച്ച് നമുക്ക് കുറവ് മാത്രം ശ്രമിക്കും. അപ്പോൾ എനിക്ക് ഇനി ലൈൻ വരയ്ക്കണമെങ്കിൽ എന്താണ്, ഈസി ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഗ്രിഡ് 5 ഇൻ്റർവെല്ലിൽ മാത്രമേ ഇത് മൂവ് ആവത്തുള്ളൂ. അപ്പോൾ സ്നാപ്പ് ഓൺ ആവുന്നതെങ്കിൽ 5 ഇൻ്റർവെല്ലിൽ മാത്രമേ സ്നാപ്പ് മൂവ് ആവത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വരയ്ക്കണം, ഇപ്പോൾ L എൻ്റർ ചെയ്ത് എനിക്കിതിൻ്റെ ഈ ബോക്സിൻ്റെ ഇടയ്ക്ക് വരയ്ക്കണമെങ്കിൽ അതെനിക്ക് പറ്റത്തില്ല. അത് വരയ്ക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഇത് എനിക്ക് ഓഫ് ചെയ്യണം. സ്നാപ്പ് ഓഫ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് വരയ്ക്കാൻ പറ്റും, ഇപ്പോൾ എവിടെ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഞാനിത് ഓൺ ചെയ്യുവാണെങ്കിൽ, പിന്നെ ഞാൻ L എൻ്റർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ബോക്സസിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റൂ. ഗ്രിഡ് ബോക്സിൻ്റെ കോർണറിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റൂ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ സ്നാപ്പ് മോഡ്. അതേപോലെ അതിൻ്റെ സ്പേസിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്പേസിങ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് സ്നാപ്പ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പോയിൻ്റ് മാത്രമേ അത് സ്നാപ്പ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ആ പോയിൻ്റ് മാത്രമേ അത് പിടിക്കത്തുള്ളൂ. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ ഓൾ ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിത് മനസ്സിലായി, സ്നാപ്പും മനസ്സിലായി, അതേപോലെ നമ്മുടെ ഗ്രിഡ് മോഡും നമുക്ക് മനസ്സിലായി. ഓക്കെ, ഞാനിപ്പോൾ സ്നാപ്പ് മോഡ് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഡൈനാമിക് ഇൻപുട്ടാണ്. അപ്പോൾ ഞാൻ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ഞാൻ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്യുവാണെങ്കിൽ എന്താണാവുന്നത് നമുക്ക് നോക്കാം. ഇൻ കേസ് ഞാൻ ലൈൻ എഴുതുക, ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ തന്നെ ലൈൻ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ്, അതിൻ്റെ ഡയഗണൽ, സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വരും, അതിൻ്റെ കോർഡിനേറ്റ് ആക്സിസും കൂടെ തന്നെ വരും. ഓക്കെ, ഇൻ കേസ് ഞാൻ ഇതിനെ ഓഫ് ചെയ്യുവാകുമ്പോൾ എന്താണാവുന്നത്, ഇനി ഞാനിപ്പം ഇപ്പോൾ എസ്കേപ്പ് അടിച്ചു, ഞാൻ ലൈൻ അടിക്കുക. ലൈൻ അടിക്കുമ്പോൾ എൻ്റെ സ്ക്രീനിൽ കർസറിൻ്റെ അടുത്ത് വരുന്നില്ല, താഴെ കമാൻഡ് ബോക്സിലാണ് വരുന്നത്. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലവർക്ക് ഇത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നും, ചിലപ്പം എന്താണ് നമ്മുടെ ടെക്സ്റ്റ് കമാൻഡ് ബോക്സിൽ നമുക്ക് കാണുന്ന ചിലവർക്ക് കൺവീനിയൻറ്റ്, ചിലവർക്ക് അവിടെ ആയിരിക്കും കൺവീനിയൻറ്റ്. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള വരയ്ക്കുമ്പോൾ നമ്മുടെ കർസറിൻ്റെ അടുത്ത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലൈൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ലൈൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ലൈൻ ആക്ടിവേറ്റ് ആയി ഡയറക്റ്റായിട്ട് വരും. പക്ഷേ നമുക്ക് മനസ്സിലാവത്തില്ല എന്താണ് മോഡിഫൈ ആവേണ്ടത്. ഇപ്പോൾ റെഗുലർലി മറ്റേ കോഡ് യൂസ് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷനായിട്ട് തോന്നും. ഓക്കെ, അപ്പം നമ്മളത് തിരിച്ചു വരുത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഡൈനാമിക് മോഡിനെ ഓഫാണിപ്പോൾ നമ്മളതൊന്ന് ഓൺ ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജനറലി. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ഓർത്തോ മോഡ് അല്ലേ. അപ്പോൾ ലൈൻ L എൻ്റർ. ഓർത്തോ മോഡ് എന്താണ്, 4 ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ 90 ഡിഗ്രി ഇൻ്റർവെല്ലാണ് അത് മൂവ് ആവുന്നത്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്ററാണ് നമ്മുടെ പോളാർ ട്രാക്കിംഗ്. ഓക്കെ, പോളാർ ട്രാക്കിംഗ്. അപ്പോൾ പോളാർ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പോളാർ ട്രാക്കിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ ഓർത്തോ മോഡ് ആക്ടിവേറ്റ് ആകത്തില്ല, ഓർത്തോ മോഡിൽ ക്ലിക്ക് ചെയ്താൽ പോളാർ ട്രാക്കിംഗ് ആക്ടിവേറ്റ് ആകത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോളാർ ട്രാക്കിംഗ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആക്ടിവേറ്റ് ആകും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പം വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ലൈൻ വരയ്ക്കുക, എനിക്ക് ചരിഞ്ഞ ലൈൻസൊക്കെ വരയ്ക്കണം, അതേപോലെ ആംഗിൾ വരയ്ക്കണമെങ്കിൽ പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെൽപ്ഫുൾ ആവത്തുള്ളൂ ആംഗിൾ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ F8 പ്രസ് ചെയ്യുമ്പോൾ എന്താവുന്നത്, ഓർത്തോ മോഡ് ഓണായി. പക്ഷേ പോളാർ ട്രാക്കിംഗ് കാണാൻ പറ്റും, പോളാർ ട്രാക്കിംഗ് ഓഫായി. അഗെയിൻ ഞാൻ F8 പ്രസ് ചെയ്യുമ്പോൾ ഓർത്തോ മോഡ് ഓഫായി, പക്ഷേ പോളാർ ട്രാക്കിംഗ് ഓൺ ആയില്ല. പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴും പോളാർ ട്രാക്കിംഗ് നമ്മുടെ ഓൺ ആണ്. ഇനി നമുക്ക് എന്താണ്, ഇവിടെ ഇപ്പോൾ ആംഗിൾ ഇരിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് സെറ്റിംഗ് കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്താണാവുന്നത്, ഇവിടെ ഗ്രീൻ കളറിൽ കുറച്ച് ട്രാക്ക് ആവുന്നുണ്ട് ആംഗിൾ, മനസ്സിലാവും. അപ്പോൾ ആംഗിൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് ഡയറക്ഷനിൽ എത്ര ആംഗിൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ഈ ഗ്രീൻ ലൈൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് 23, 45, 68, 90 ഈ 4 ആംഗിളാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ മേളിൽ ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ
അപ്പം ഇത് നമ്മുടെ ആംഗിളാണ്, ഇത് നമ്മുടെ 23 ഡിഗ്രി ആംഗിളാണ്. ഓക്കെ, നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ പോകുന്നു, ഡൈനാമിക് ഇൻപുട്ടിൽ പോകുന്നു, സെറ്റിങ്സിൽ പോകുന്നു, 2 ഡയമെൻഷൻ ഇൻപുട്ട് അറ്റ് സെയിം ടൈം, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നമുക്കിപ്പോൾ ആംഗിളും കാണുന്നുണ്ട് കണ്ടോ. ഇപ്പം എൻ്റെ ആംഗിൾ നമ്മൾ സെറ്റ് 23 ആയിരുന്നു, അതേപോലെ നെക്സ്റ്റ് 45, നെക്സ്റ്റ് എത്രയാണ് 68, നെക്സ്റ്റ് എത്രയാണ് 90. അപ്പം ഞാൻ സെറ്റ് ചെയ്ത 4 ആംഗിൾ എനിക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഗ്രീൻ ലൈൻ വരും. ഓക്കെ, നമുക്ക് ഇൻഡിക്കേറ്റ് ആവും ഞാൻ സെറ്റ് ചെയ്തത് ആംഗിൾ വരുമ്പോൾ കറക്റ്റായിട്ട് അത് ഗ്രീൻ ലൈൻ ആക്ടിവേറ്റ്, അപ്പോൾ അതനുസരിച്ച് എനിക്ക് ആംഗിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അഗെയിൻ ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത് 10, 20, 30 ആണ്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു, എൽ എൻ്റർ. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ എനിക്ക് 10 കണ്ടോ, 10, അതേപോലെ 20 ഓൾറെഡി അതിനകത്ത് സെറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ 20 കാണാൻ പറ്റും കണ്ടോ, 20, അതേപോലെ 30, 40, അങ്ങനെ ആംഗിൾ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്തിനാണ് കാണുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ട്രാക്കിംഗ് സെറ്റിംഗ്. ഓക്കെ, അതിനകത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ കണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഈ ഇൻക്രിമെൻ്റ് ആംഗിളാണ്. ഇപ്പോൾ ഇൻ കേസ് ഇനി അഡീഷണൽ ആംഗിൾ നിങ്ങൾക്ക് വരയ്ക്കണം, അപ്പോൾ എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ എല്ലാ 5 ഇൻ്റർവൽ ഗ്രാപ്പിൽ എനിക്ക് ആംഗിൾ കാണിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇൻക്രിമെൻ്റ് ആംഗിൾ ഞാൻ 5 സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ അഡീഷണൽ ആംഗിൾ ഓഫ് ചെയ്യുവാണ്. നേരത്തെ അഡീഷണൽ ആംഗിൾ ആയിരുന്നു ഇടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ ഇൻക്രിമെൻ്റ് 5 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു, ഓക്കെ ചെയ്തു. ഇനി ഞാൻ എൽ എൻ്റർ വരയ്ക്കുവാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, 5 കാണുന്നുണ്ട്, 10 കാണുന്നുണ്ട്, 15 കാണും. അപ്പോൾ എല്ലാ 5 ഇൻ്റർവെല്ലും നമുക്ക് എന്താണ്, ഗ്രീൻ ലൈൻ കാണും. ഇതാണ് നമ്മുടെ ട്രാക്കിംഗ്, പോളാർ ട്രാക്ക്. അപ്പോൾ ആക്ച്വലി ആംഗിൾ ഓരോരോ ആംഗിൾ നമ്മുടെ ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, അഗെയിൻ ഞാനത് ക്ലിക്ക് ചെയ്തു, ട്രാക്കിംഗ് സെറ്റിങ്സിൽ പോയി നമുക്കിപ്പം ഇതിൻ്റെ മോഡിഫിക്കേഷൻ നമുക്ക് എന്തുവാണോ ചെയ്യാൻ പറ്റും, എത്ര ആംഗിൾ നമുക്ക് അഡീഷണൽ കാണിക്കണോ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് നമുക്ക് ഇവിടെ ഉള്ള ആംഗിൾ ഒന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേറൊരു ആംഗിളാണ് വേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് ഇവിടെ ഇല്ലാത്ത ആംഗിൾ ഏതാണ്, ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് 16 ആണ്. ഓക്കെ, അപ്പോൾ 16 ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, 16 ആകുമ്പോൾ ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തു, ന്യൂവിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ 16 പ്രസ് ചെയ്തു. ഓക്കെ, 16 പ്രസ് ചെയ്തു, എന്നിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ, എൽ എൻ്റർ. ഇവിടെ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇപ്പം 5 എല്ലാ ഇൻ്റർവെല്ലും വരുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പം ഇടയ്ക്കുള്ള വേണ്ടത് എത്ര, 16 കണ്ടോ, 16 എന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ 16 ആംഗിൾ ആണെങ്കിൽ എനിക്ക് 16 ആംഗിളിൽ എനിക്കിപ്പോൾ ഡയറക്ഷനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം ഇതേപോലത്തെ എന്ത് അഡീഷണൽ ആയിട്ടുള്ള ആംഗിൾ നമുക്ക് വരയ്ക്കണമെങ്കിലും നമുക്ക് ആ ആംഗിൾ നമുക്ക് സെലക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഇപ്പോൾ ഈ ആംഗിൾ വരയ്ക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്നാണെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്യാൻ പറ്റും. അതല്ല ഇതിലില്ലാത്ത ആംഗിൾ ആണെങ്കിൽ ട്രാക്ക് സെറ്റിങ്ങിൽ പോകണം, ഇൻക്രിമെൻ്റൽ ആംഗിളിൽ പോകണം. ഓക്കെ, ഇൻക്രിമെൻ്റൽ ആംഗിളിൽ ഇൻ കേസ് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും 5 ഇൻ്റർവെൽ അല്ലെങ്കിൽ 10 ഇൻ്റർവെൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതവിടെ സെറ്റ് ചെയ്യാം. അതില്ലാത്ത ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പം എനിക്കിതൊന്നും വേണ്ട, അപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും വേണ്ട, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കിതിനകത്തില്ലാത്ത ആംഗിൾ അഡീഷണൽ ആംഗിളിനെ ക്ലിക്ക് ചെയ്തു, ന്യൂയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് 23 ഡിഗ്രിയാണ്. ഓക്കെ, 23ൽ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി ഞാൻ എൽ എൻ്റർ കൊടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ബാക്കിയൊന്നും ട്രാക്ക് ആവുന്നില്ല. ഇനി 23 വരുമ്പോൾ അത് ട്രാക്ക് ആവും. കണ്ടോ, 23 വരുമ്പോൾ അത് ട്രാക്ക് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പോളാർ ട്രാക്കിങ്ങിൽ. അതാണ് പോളാർ ട്രാക്കിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ പോളാർ ട്രാക്കിംഗ്. അപ്പോൾ നമുക്ക് ആരോ ക്ലിക്ക് ചെയ്തിട്ടാണ് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇൻ കേസ് നമ്മൾ ലൈൻ വരച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ലൈൻ വരച്ചു. ഓക്കെ, ലൈൻ വരച്ച് ഞാൻ F8 പ്രസ് ചെയ്തു. ഇനി എനിക്ക് അടുത്ത ലൈൻ വരയ്ക്കേണ്ടത് എൽ എൻ്റർ ഞാൻ ചെയ്തു. അപ്പോൾ അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ കണ്ടോ, ഈ ബോക്സ് ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബോക്സ് വരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, ഇതിൻ്റെ എൻഡ് പോയിൻറ്റിൽ നമുക്ക് അടുത്ത ലൈൻ വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് എനിക്കിപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ എൻഡ് പോയിൻറ്റ് തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ അത് കണ്ടോ, അവിടെ ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്.
അത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പാരാമീറ്ററാണ് നമ്മുടെ ഒബ്ജക്റ്റ് സ്നാപ്പ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് സ്നാപ്പിൽ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഓൺ ചെയ്യണം, ലൈനിൻ്റെ എന്തൊക്കെ പാരാമീറ്റർ ഓൺ ചെയ്യണം എന്ന് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇതിന് ക്ലിക്ക് ചെയ്യണം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാണെങ്കിൽ ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിങ്സിൽ പോകണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എൻഡ് പോയിൻ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, എൻഡ് പോയിൻ്റ് ഓഫ് ചെയ്തു, നിയറസ്റ്റ് ഓഫ് ചെയ്തു, പാരൻറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പം നിയർ അബൌട്ട് കുറച്ച് പോയിൻ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ഓക്കെ ചെയ്യണം. ഇനി ഞാൻ ലൈൻ വരയ്ക്കുക. എൽ എൻ്റർ, ഒരു ലൈൻ വരച്ചു. ഇനി എനിക്ക് വരയ്ക്കേണ്ടത് ഈ ലൈനിൻ്റെ അറ്റത്തിൽ നിന്നാണ് അടുത്ത ലൈൻ വരയ്ക്കേണ്ടത് താഴോട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ എന്താണാവുന്നത്, എനിക്ക് ആ ലൈൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ വരുന്നത് സെൻറ്ററിൽ നിന്നാണ്. ബിക്കോസ് അവിടെ നിങ്ങൾ കണ്ടിരുന്നു സെൻറ്റർ പോയിൻ്റ് ആക്ടിവേറ്റ് ആയിരുന്നു. അപ്പോൾ ബൈ ഡിഫോൾട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ വാല്യൂ എടുക്കും. ഈ എൻഡിൽ നിന്ന് പോയിൻ്റ് സെലക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കുറച്ച് പാടായിട്ട് തോന്നും. എന്തുകൊണ്ടാണ് അവിടെ സെലക്ട് ആവാത്തതെന്ന് തോന്നും. ഡൗട്ട് വരുന്ന എല്ലാ മാക്സിമം സ്റ്റുഡൻസിന് ഇതാണ് ഡൗട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഗെയിൻ ഇവിടെ പോകണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് എൻഡ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻഡ് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൽ എൻ്റർ അടിക്കുക. എൽ എൻ്റർ അടിക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എനിക്ക് എൻഡ് പോയിൻ്റിൽ നിന്ന് വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? എൻഡ് പോയിൻ്റ് എനിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ സെറ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. ഓക്കെ, ഒബ്ജക്റ്റ് സ്നാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓട്ടോക്യാഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, നമുക്ക് എപ്പോഴും ഇതിൽ ഡൗട്ട് വരുന്നതാണ്. ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ കാരണമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് സ്നാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അതേപോലെ നമുക്ക് എൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്യാം, മിഡ് പോയിൻറ്റ് സെലക്ട് ചെയ്യാം, സർക്കിളിൻ്റെ ആണെങ്കിൽ സെൻറ്റർ പോയിൻറ്റ് സെലക്ട് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സി എൻ്റർ ഞാൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എൽ എൻ്റർ ഞാൻ ചെയ്തു. ഇപ്പോൾ എനിക്ക് സർക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടോ? ഇപ്പോൾ എനിക്ക് ഞാൻ സർക്കിൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ സർക്കിൾ കാണുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് ഞാനിപ്പം സർക്കിളിൻ്റെ ജോമെട്രിക് സെൻറ്ററും ഓഫ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ ബാക്കിലോട്ട് പോയി എൽ എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പോൾ ഞാനിങ്ങനെ മേളിൽ കൊണ്ടുവരുമ്പോൾ എന്താണ്, ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ അതിൻ്റെ നിയർ ബൈ ആണ്, പക്ഷേ എന്നാലും അത് കാണിക്കുന്നില്ല എവിടെയാണ് സെൻറ്റർ എന്ന്. അപ്പോൾ അത് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജോമെട്രിക് സെൻറ്റർ ഓൺ ചെയ്തു. എന്നിട്ട് എൽ എൻ്റർ, എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, സർക്കിളിൽ ജസ്റ്റ് മേളിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ കാണാം, അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് സെൻറ്റർ കാണുന്നുണ്ട്. മനസ്സിലാവും? അതേപോലെയാണ് നമ്മുടെ ബാക്കി പാരാമീറ്റേഴ്സും. ഇൻ്റർസെക്ഷൻ ആയാലും നോട്ട്സ് ആയാലും എല്ലാം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോട്ട്സിൻ്റെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പോയിൻ്റ് കാണിച്ചു. ഇപ്പം ഞാൻ ആരോ ക്ലിക്ക് ചെയ്തു, നോട്ട്സിന് ഓഫ് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനകത്ത് എൽ എൻ്റർ ചെയ്തു. എൽ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ, ഇത് നോട്ട്സാണ്, ചെറിയ ചെറിയ ഡോട്ട്സ്. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഞാൻ എൽ എൻ്റർ ചെയ്ത് ലൈൻ ചെയ്തിട്ട് എനിക്ക് വരയ്ക്കാൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ ഇവിടെ പോയി നോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് എൽ എൻ്റർ ചെയ്തു. ഇപ്പോൾ കാണുമ്പോൾ എന്താണ്, എനിക്ക് നോട്ട്സ് വെച്ച് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോട്ട്സിൽ എനിക്ക് കാണുന്നുണ്ട്. നോട്ട്സ് എവിടേക്കാണെന്ന് എനിക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അത് ബൈ ഡിഫോൾട്ട് ഇത് ട്രാക്ക് ചെയ്തോളൂ. മനസ്സിലാവുമല്ലോ? അതാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. അപ്പോൾ ഒബ്ജക്റ്റിനെ എടുക്കാൻ പറ്റുന്ന എബിലിറ്റി ആയതുകൊണ്ടാണ് ഇതിനെ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു മെയിനാണ്. ഇത് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറഞ്ഞ സെറ്റിംഗ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവുന്നത് ഓട്ടോക്യാഡിൽ. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും നോക്കണം. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. ഓക്കെ, അപ്പം അത് നമുക്ക് എന്ത് സെലക്ട് ചെയ്യേണ്ട നമുക്ക് ഡ്രോയിങ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, അതെല്ലാം നമുക്ക് ആക്ടിവേറ്റ് ആകും. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എൽ എൻ്റർ. ഞാൻ ലൈൻ വരയ്ക്കുകയാണ്, 5 ചുമ്മാ റാൻഡമായിട്ട് ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ലൈൻ വരയ്ക്കുമ്പോൾ എനിക്ക് വേണ്ടത് ഇതിൻ്റെ നേരെ കണ്ടോ, ഇതിൻ്റെ നേരെ എനിക്ക് ഇങ്ങനെ വേണം ലൈൻ. പക്ഷേ അവിടെ കണ്ടോ ഗ്രീൻ ആയിട്ടുള്ള ലൈൻ താഴോട്ട് കാണുന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് സ്ട്രെയിറ്റ് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ കേസ് ഇപ്പോൾ ഇത് ഓഫാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ്. ഇത് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓഫ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ കൊണ്ടുപോയി എനിക്കിപ്പം വരയ്ക്കേണ്ടത് ഈ പോയിൻറ്റിൻ്റെ നേരെയാണ് എനിക്ക് വരയ്ക്കുന്നത്. പക്ഷേ അതെനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ ഇവിടെ താഴെ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കറക്റ്റാണോ അല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ഓൺ ചെയ്യണം. ഓക്കെ, ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ഓൺ ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് ഇവിടുന്ന് പോയിൻ്റാണ്, അത് എവിടം വരെ പോകുമെന്ന് മനസ്സിലാവുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഗ്രീൻ ലൈൻ വെച്ചാണ്. ഓക്കെ, അപ്പോൾ എത്രയും കറക്റ്റായിട്ട് പാരലായിട്ട് വരയ്ക്കാൻ പറ്റുമോ അതെനിക്ക് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ഓൺ ചെയ്താൽ മാത്രമേ എനിക്കത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്.
ഓക്കെ, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ചെയ്താൽ മാത്രമേ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് സ്നാപ്പ് ആയിരുന്നു, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഒന്നുകൂടെ കാണിച്ചു തരാം. എൻ്റർ ഞാൻ ചെയ്തു, ഇവിടെ ഇങ്ങനെ വരച്ചു. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ എൻഡിൽ കൊണ്ടുപോയി എന്നിട്ട് താഴോട്ട് വരയ്ക്കും. അപ്പോൾ കറക്റ്റായിട്ട് ആ ലൈൻ എവിടെയാണോ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ എനിക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓഫ് ആണെങ്കിൽ എന്താണ്, എനിക്ക് ആ ലൈൻ കാണത്തില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു, എൻ്റർ ചെയ്തു, ഇവിടെ ഞാൻ ലൈനിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എന്താണ് വരയ്ക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇവിടെ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓഫാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഓൺ ചെയ്തപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് നോക്കുവാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഗ്രീൻ ലൈൻ എനിക്ക് പറ്റും, എനിക്ക് അതുകൊണ്ട് വരയ്ക്കാനും പറ്റും എളുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് അതേപോലെ ബാക്കിയുള്ള ടോഗിൾ ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഹോപ്പ്ഫുള്ളി കുറച്ച് ടോഗിൾ ടൂൾസാണ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോഗിൾ ടൂൾ കുറച്ചുകൂടെ ടോഗിൾ ടൂൾസും കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോഗിൾ സെറ്റിങ്സ് ഉണ്ട്. അത് നമുക്ക് പിന്നെ അടുത്തുള്ള സെക്ഷൻസിൽ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇൻ കേസ് ഇവിടെയുള്ള സെഷൻസ് അല്ലെങ്കിൽ ഈ ടോഗിൾ ബട്ടൺസ് ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊണ്ടുവരാം, അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മളെന്താണ് കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻ കേസ് നമ്മൾക്ക് ഗ്രിഡ് മോഡാണ്, ഗ്രിഡിനെ ഞാനിവിടെ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഗ്രിഡ് ഇവിടെ കാണത്തില്ലെങ്കിൽ കസ്റ്റമൈസേഷനിൽ പോയി എനിക്ക് ഗ്രിഡ് മോഡ് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ ഗ്രിഡ് മോഡ് ഓപ്പൺ ആവും. അതേപോലെ സ്നാപ്പ് മോഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയ ഓർത്തോ മോഡ് ആണെങ്കിലും പോളാർ ട്രാക്കിംഗ് ആണെങ്കിലും എന്താണ് പിന്നെ നമ്മൾ നോക്കിയത് ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് ആണെങ്കിലും എല്ലാ സെറ്റിങ്സും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ടിക്ക് ചെയ്യാം. ഇൻ കേസ് നമുക്കിവിടെ കുറേ ടോഗിൾ ബോൾസ് കൺഫ്യൂഷനായിട്ട് തോന്നുവാണെങ്കിൽ ഇവിടെ ആവശ്യമുള്ളത് മാത്രം വെച്ച് ബാക്കിയുള്ളത് നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ബാക്കി സെഷൻസ് AutoCAD സെഷനിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള സെഷൻസ് നോക്കാം. ഓക്കെ, ഹോപ്പ്ഫുള്ളി മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മാക്സിമം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.